ഉയിരെ രചന ആമി. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. അമ്മ പറഞ്ഞ പ്രകാരം അച്ഛൻ്റെ എല്ലാ ബാധ്യതകളും തീർത്ത് എൻ്റെ പെണ്ണിനെ കാണാൻ ഞാൻ നാട്ടിൽ വന്ന അന്ന് രാത്രി അമ്മേനെ എന്തിനാ കൊല്ലാൻ നോക്കി? സിധുവിൻ്റെ വാക്കുകൾ കേട്ട് അംബിക തരിച്ചു നിന്നു. അവരുടെ കണ്ണുകൾ നിറഞ്ഞു. ആ മുഖത്തെ ഭാവങ്ങൾ കാണുകയായിരുന്നു സിധു. നീ എന്താ പറയുന്നത്? ആ ആക്സിഡന്റ് ഞാൻ ക്രിയേറ്റ് ചെയ്താണെന്നോ? അതെ, അമ്മക്ക് മാത്രമേ ഞാൻ എങ്ങോട്ടാ പോകുന്നതെന്ന് അറിയുള്ളൂ. ആ റൂട്ടിൽ ആ നേരത്തെ ഒരു ബൈക്ക് പോലും വരില്ല. ഞാൻ പോകുന്ന സമയത്ത് കറക്റ്റായിട്ട് ഞാൻ സൈഡ് കൊടുത്തിട്ട് പോലും അതെന്നെ ഇടിച്ചു പോയി. പിന്നെ അത് ആരുടെ പ്ലാനായിരുന്നു? സിധു, നീ കാര്യം അറിയാതെയാ. അന്ന് നഷ്ടമായത് ഞങ്ങളുടെ ജീവിതമാണമ്മേ. ഇവിടെ വയറ്റിൽ എൻ്റെ മോളുണ്ടായിരുന്നു. എൻ്റെ കുഞ്ഞിനെ സംരക്ഷിക്കാൻ വേണ്ടി അവൾ എന്തൊക്കെ സഹിച്ചു എന്നറിയോ? അന്ന് ആക്സിഡന്റ് നടന്നില്ലായിരുന്നെങ്കിൽ ഞങ്ങളുടെ ജീവിതം ഇങ്ങനെ കരഞ്ഞു തീർക്കേണ്ടി വരില്ലായിരുന്നു. അംബിക തലതാഴ്ത്തി. എല്ലാം പറഞ്ഞു തീരുമ്പോൾ സിധുവിൻ്റെ ശബ്ദം ഇടറിയിരുന്നു. എല്ലാം കേട്ട് അബി ആലിയെ പിടിച്ച് അതേ നിൽപ്പ് തന്നെയായിരുന്നു. പിന്നെ ഒന്നും പറയാൻ നിൽക്കാതെ അംബിക തിരിഞ്ഞു നടന്നു. പോകുമ്പോൾ അവരുടെ കണ്ണുകൾ ആലിയുടെ നേരെ നീണ്ടത് അബി കണ്ടിരുന്നു. അവർ പോയതും സിധു മുറിയിലേക്ക് കയറിപ്പോയി. ഭക്ഷണം കഴിക്കാൻ വേണ്ടിയായിരുന്നു സിധു പിന്നെ വന്ന്. ആലിയോട് ഓരോന്ന് പറയുന്നുണ്ടെങ്കിലും അവൻ്റെ മനസ്സ് അസ്വസ്ഥമാണെന്ന് അബിക്ക് മനസ്സിലായി. ആലിക്ക് ഭക്ഷണം കൊടുത്ത് അവൾ ആലിയെ ഉറക്കാൻ വേണ്ടി പോയി. ആലി ഉറങ്ങിയതും അബി ബാത്റൂമിൽ പോയി. അവൾ മേൽ കഴുകി വരുമ്പോൾ സിധു മുറിയിലൂടെ സിഗരറ്റ് വലിച്ചുകൊണ്ട് നടക്കുന്നുണ്ടായിരുന്നു. അബി അവന് നേരെ വന്ന് കയ്യിലെ സിഗരറ്റ് ഊറ്റി ബലമായി പിടിച്ചു വാങ്ങി. ജനലിലൂടെ പുറത്തേക്ക് എറിഞ്ഞുകൊണ്ട് അവൾ അവനെ ദേഷ്യത്തിൽ നോക്കി. സിധു ചിരിച്ചുകൊണ്ട് അവളുടെ അടുത്തേക്ക് വന്നു. അബി പുറകിലേക്ക് നീങ്ങി. കളിക്കല്ലേ, അടുത്ത് വാ. എനിക്ക് സിഗരറ്റ് വലിക്കുന്നവരെ ഇഷ്ടമല്ല. അവിടെ സ്മെല്ല് ഇഷ്ടമല്ല. അവിടെ എൻ്റെ അടുത്ത് വരണ്ട. അങ്ങനെയാണോ? എന്നാൽ നിന്റെ അടുത്ത് വരികയും ചെയ്യും. ഈ സ്മെല്ല് നീ സഹിക്കുകയും ചെയ്യും. സിധു പറഞ്ഞു തീരുന്നു. അവളെ പിടിച്ച് അവനെ നെഞ്ചിലേക്ക് ചേർത്തു. അബി കുതിരി മാറാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. അവളുടെ പിൻകഴുത്തിലൂടെ കൈയിട്ട് അവളുടെ മുഖം അവൻ്റെ മുഖത്തോട് ചേർത്ത് നിർത്തി. അബി കണ്ണുമിഴിച്ച് അവനെ നോക്കി. എന്താടി നോക്കുന്നത്? നിനക്കെന്നെ ഇഷ്ടമല്ലേ? എന്തൊരു നാറ്റാണ് സിധുട്ടാ. നിർത്തിക്കൂടെ ഇത്? അവിടെ ഒരു നാറ്റം. എന്നാലേ നീ ഇതുകൂടി സഹിക്കേ. സിധു അവിടെ ചുണ്ടുകൾ നുകരുമ്പോൾ സിഗരറ്റിൻ്റെ ഗന്ധം അവിടെ മൂക്കിലേക്ക് തുളച്ചു കയറിയെങ്കിലും അവൻ്റെ ചുംബനത്തിൻ്റെ ലഹരിയിൽ അവൾ അവനിൽ നിന്ന് വേർപ്പെട്ടില്ല. ഒടുവിൽ അവളുടെ ചുണ്ടുകളെ മോചിപ്പിക്കാതെ തന്നെ അവൻ അവളെയും കൊണ്ട് ബെഡിലേക്ക് കിടന്നു. അവളിൽ ചുംബനമായി അവൻ പടർന്നു കയറുമ്പോൾ അവൾ ആ ലഹരിയിൽ കിതച്ചു പോയി. സംതൃപ്തിയുടെ ചിരിയോടെ അവളെയും ചേർത്ത് പിടിച്ചവൻ കിടന്നു. അവൻ്റെ കൈക്കുള്ളിൽ കുഞ്ഞിനെ പോലെ അഭിയും. അവളുടെ മിഴികൾ അവൻ്റെ മുഖത്തോട് പാഞ്ഞു നടന്നു. അവൻ്റെ മീശപതിയെ പിരിച്ചു വെച്ചുകൊണ്ട് അവൾ അവനെ നോക്കി കിടന്നു. സിധു കണ്ണുകൾ തുറന്നതും അഭിവേഗം കണ്ണുപൂട്ടി. അവൻ ചിരിച്ചുകൊണ്ട് അവളെ ഒന്നുകൂടെ ചേർത്ത് കിടത്തി. ഏട്ടാ. എന്ത്? ഏട്ടാ. എന്താടി? നാളെ മുതൽ ഓഫീസിൽ പോകില്ലേ? ആലി സ്കൂളിലും പോകും. അപ്പം ഞാൻ ഒറ്റക്കാവൂലേ? അതിന് നീ ഒറ്റക്കാവില്ലല്ലോ. പിന്നെ നീ എൻ്റെ കൂടെ ഓഫീസിൽ വരും. എന്തിന്? എന്തിനാന്നോ? നീ എൻ്റെ പിയ. മോളത് മറന്നോ? അതിനി എന്തിനാ? കെട്ടിയെൻ്റെ പിയ കെട്ടിയോളാവോ? അതെനിക്കറിയില്ല. പക്ഷെ എൻ്റെ പിയ എൻ്റെ കെട്ടിയോളാ. അതുകൊണ്ട് മോർണിംഗ് 9 to 4 നീ എൻ്റെ പിയ. ദേ, അതൊന്നും പറ്റില്ല. അന്ന് അങ്ങനെയൊക്കെ ചെയ്തു വെച്ചു. ഇപ്പം എനിക്ക് ചോദിക്കാനും പറയാനൊക്കെ ആളുണ്ട് കേട്ടോ. ആരാടി നിനക്ക് ചോദിക്കാനുള്ളത്? എനിക്കൊരു സുന്ദരം കെട്ടിയവനുണ്ട്. എന്നെ എന്തെങ്കിലും ചെയ്താലുണ്ടല്ലോ ആള് കലിപ്പാവും. അപ്പം എല്ലാവരും ഇടിച്ച് നിരത്തി കളയും. എന്നാലേ ആ കെട്ടിയനോട് പറ ഇത്തിരി റൊമാൻറ്റിക് ആവാൻ. ഇപ്പം തന്നെ എനിക്ക് താങ്ങുന്നില്ല. ഇനിയും കൂട്ടണോ? എന്നാലേ മോൾ ഈ ജന്മം മുഴുവൻ ഈ റൊമാൻസ് സഹിച്ചേ പറ്റൂ. വേറൊരു ഓപ്ഷൻ ഇല്ല. അവൻ്റെ സംസാരം കേട്ട് അബി അവൻ്റെ മുഖത്ത് നോക്കി തന്നെ കിടക്കുകയായിരുന്നു. അവൻ്റെ മനസ്സ് ശാന്തമായെന്ന് തോന്നിയതും അബി അവൻ്റെ നെഞ്ചോട് ഒന്നുകൂടെ ചേർന്ന് കിടന്നു. അമ്മയോട് അങ്ങനെയൊക്കെ പറയണ്ടായിരുന്നു. അബി, നീ അത് വിട്ടേ, വേറെന്തെങ്കിലും പറ. എന്നാൽ നമുക്ക് ഭാവി കാര്യം പറയാം. ആദ്യം എത്ര കുട്ടികൾ വേണം? അയ്യടാ, ആ ഒരു കാര്യം മാത്രമേ ഉള്ളൂ ഭാവി. എൻ്റെ ഇപ്പോഴത്തെ ഭാവി അതാ. ആലിക്കൊരു കൂട്ട് വേണം. എൻ്റെ മോളിപ്പോൾ ഒറ്റക്കാ. അച്ഛനും മോളും കൂടെ അങ്ങ് കൂട്ടായിക്കോ. അബി തിരിഞ്ഞിടുന്നുകൊണ്ട് പറഞ്ഞു. സീത അവളുടെ വയറ്റിലൂടെ ചുറ്റിപ്പിടിച്ച് അവൻ്റെ ചുണ്ടുകൾ അവളുടെ കാതോരം കൊണ്ടുപോയി. അതെ, ജൂനിയർ ആമി മാത്രം പോരാ, ജൂനിയർ സിദ്ധാർത്ഥ് കൂടെ വേണം. നമുക്കൊന്ന് ട്രൈ ചെയ്താലോ? അവൻ്റെ സംസാരം കേട്ട് അബി ചിരിച്ചു. അവളുടെ കാതിൽ പതിയെ കടിച്ചുകൊണ്ട് സിദ്ധ അവളുടെ മുകളിലേക്ക് കയറി കിടന്നു. പിറ്റേന്ന് മുതൽ ആലിയെ സ്കൂളിൽ വിടാൻ തുടങ്ങി. അവൾക്ക് ഒട്ടും ഇഷ്ടമല്ലായിരുന്നു പോവാൻ. കുറേ മടി പിടിച്ചുവെങ്കിലും വൈകുന്നേരം പുറത്തു പോയെന്ന് സിദ്ധു വാക്കുകൊടുത്തപ്പോൾ അവൾ പോയി. വിനുവാണ് ആലിയെ സ്കൂളിൽ കൊണ്ട് വിട്ടത്. സിധുവിന് നിർബന്ധം കാരണം അബിക്ക് ഓഫീസിൽ പോകേണ്ടി വന്നു. ഓഫീസിലുള്ളവരെങ്ങനെ ഫേസ് ചെയ്യുന്നൊരു മടി അവൾക്കുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ശങ്കർ, റിയ അവരെയൊക്കെ.
ഒരുമിച്ച് കയറി വരുന്ന സിദ്ധുവിലും അബിയിലുമായിരുന്നു എല്ലാവരുടെയും കണ്ണുകൾ. ഒപ്പം അവരുടെ നെറ്റിയിലെ സിന്ദൂരം കണ്ട് അവരുടെ എല്ലാം കണ്ണുകൾ കഴുത്തിലേക്ക് നീണ്ടു. എല്ലാവരും പരസ്പരം നോക്കി. എന്നാൽ ഇതെല്ലാം കണ്ട് സിദ്ധു അവരുടെ കൈ പിടിച്ച് അവൻ്റെ ക്യാബിനിലേക്ക് കയറി. അകത്ത് കയറിയതും അബി അവൻ്റെ കൈ വിടുവിച്ചു. അവർക്ക് എന്ത് കരുതി കാണും? അതിനെന്താ, നീ പിന്നെ ഭാര്യയല്ലേ? അത് അവർക്കറിയില്ലല്ലോ. അത്രയേ ഉള്ളൂ. സോ സിമ്പിൾ. ഈ പ്രശ്നം ഞാൻ സോൾവ് ചെയ്യാം. സിദ്ധു ഫോണെടുത്ത് ആരെയോ വിളിച്ചു. അവൻ അബിയുടെ കൈ പിടിച്ച് കോൺഫറൻസ് ഹാളിലേക്ക് കയറി. അവിടെ എല്ലാ സ്റ്റാഫുകളും ഉണ്ടായിരുന്നു. അബി അവരെയും നോക്കാതെ താഴെ നോക്കി നടന്നു. സിദ്ധു അവർക്ക് മുമ്പിൽ പോയി നിന്നു. നിങ്ങളുടെ എല്ലാവരുടെയും മനസ്സിലൊരു സംശയം തീർക്കാനാണോ ഈ മീറ്റിംഗ്? സിദ്ധു അങ്ങനെ പറഞ്ഞു. അവരെല്ലാം പരസ്പരം നോക്കി. അബി അപ്പോഴും അവരൊന്നും നോക്കിയില്ല. എൻ്റെ വിവാഹം കഴിഞ്ഞു. പെട്ടെന്നായതുകൊണ്ട് ആരെയും അറിയിക്കാൻ കഴിഞ്ഞില്ല. എൻ്റെ ഭാര്യ മറ്റാരുമല്ല, നിങ്ങൾക്കെല്ലാം അറിയുന്ന അഭിരാമി സിദ്ധാർത്ഥ്. എല്ലാവർക്കും അത്ഭുതമായിരുന്നു അത് കേട്ട്. അബി അവരെല്ലാം നോക്കി ചിരിച്ചു. ആ കൂട്ടത്തിനിടയിൽ ശങ്കരനെ കണ്ടതും അബിക്ക് എന്തോ സങ്കടം തോന്നി. അവനോട് പോലും പറയാത്തത്. അബിയെ ചിലർ കുശുമ്പോടെ നോക്കി. എല്ലാവരും പോയതും സിദ്ധു അബിയുടെ മുമ്പിൽ പോയി നിന്നു. ഇപ്പൊ നിന്റെ ചമ്മലും അറിയില്ലേ? വേണേ അടങ്ങിയോ? നീ കെട്ടിയോ നോക്കിയിരുന്നോ? ഇല്ലെങ്കിലുണ്ടല്ലോ. ഇല്ലെങ്കിൽ ദാ ആ കാണുന്ന മുറിയുണ്ട, അത് നമുക്ക് മാത്രമുള്ളതാ. അതെന്തിനാ? അത് എനിക്കും എൻ്റെ പിയേക്കും മാത്രം. സിദ്ധു ചിരിച്ചുകൊണ്ട് അവിടെ അടുത്തേക്ക് നീങ്ങിയതും അഭിവേഗം പുറകിലേക്ക് നീങ്ങി നിന്നു. ഞാനിപ്പോൾ നിങ്ങളുടെ പിയാണ്, ഭാര്യയല്ല. സോ എനിക്ക് ഡ്യൂട്ടി ഉണ്ട്. അബി വേഗം അവിടുന്ന് രക്ഷപ്പെട്ടു. അന്ന് മുഴുവൻ അവർ ഓഫീസിൽ തന്നെ ആയിരുന്നു. അബി ശങ്കറിനെ കണ്ട് നടന്നെല്ലാം പറഞ്ഞു. അവനൊരുപാട് സന്തോഷമായി. അബിയുടെ സങ്കടം അവനും കണ്ടതാണല്ലോ. വൈകുന്നേരം അവരൊരുമിച്ചാണ് ആലിയെ കൂട്ടാൻ പോയത്. അവളെയും കൊണ്ട് ബീച്ചിലൊക്കെ പോയാണ് വീട്ടിൽ വന്ന്. അവരുടെ ആ യാത്ര ഒരാളുടെ കണ്ണിൽ കനൽ നിറച്ചിരുന്നു. ദൂരെ കാറിലിരുന്ന മീര അവരെ പിരിക്കാനുള്ള വഴികൾ മനസ്സിൽ കണക്കൂട്ടുകയായിരുന്നു. കാറിന്റെ ശബ്ദം കേട്ടാണ് അംബിക ഉമ്മറത്തേക്ക് വന്നത്. ദേഷ്യത്തിൽ കാറിൽ നിന്നിറങ്ങി വരുന്ന മീരയെ കണ്ടതും അവർക്ക് യാതൊരു ഭാവവ്യത്യാസവും തോന്നിയില്ല. അവർ സോഫയിലിരുന്ന് അവളെ നോക്കി. മീര അംബികയുടെ ഓപ്പോസിറ്റ് വന്നിരുന്നു. എന്തൊക്കെയോ പിറുവിറുക്കുന്നുണ്ടായിരുന്നു. അംബിക ഒന്നും ശ്രദ്ധിക്കാതെ ഫോണിൽ നോക്കിയിരുന്നു. അംബിക അവളെ ഗൗനിക്കുന്നില്ലെന്ന് കണ്ടതും മീരയ്ക്ക് ദേഷ്യം ഒന്നുകൂടെ കൂടി. ആൻറ്റി, ഞാൻ വന്നു കണ്ടില്ലേ? കണ്ടു. ഇനി ഞാൻ നിന്നെ സ്വീകരിച്ച് ആനയിക്കണോ? എന്താ ആൻറ്റി ഇങ്ങനെയൊക്കെ പറയുന്നത്? അല്ലെങ്കിൽ തന്നെ ഞാൻ ദേഷ്യത്തിലാ. എന്തുപറ്റി? അവളും സിദ്ധും പിന്നെ ആ ജാരസന്ധി കൂടെ ബീച്ചിൽ ഉല്ലസിച്ച് നടക്കുന്നുണ്ട്. അവൾ പല്ലുകടിച്ച് പറയുന്ന കേട്ട് അംബിക കണ്ണുകൾ ഉയർത്തി അവളെ നോക്കി. വീണ്ടും ഫോണിൽ തന്നെ നോക്കിയിരുന്നു. മീര സോഫയിൽ നിന്ന് എഴുന്നേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ തുടങ്ങി. ആൻറ്റി, എന്തെങ്കിലും ഒരു വഴി പറ. എന്തു വഴി? പിന്നെ അവരിങ്ങനെ വിടണോ? അവർ പിരിക്കണം. സിദ്ധുവിനെ എനിക്ക് വേണം. അവർ പിരിഞ്ഞാൽ സിദ്ധുവിനെ സ്വീകരിക്കും തോന്നുന്നുണ്ടോ നിനക്ക്? മീര അംബികയെ നോക്കി ഒരു നിമിഷം നിന്നു. അംബിക എഴുന്നേറ്റ് അവിടെ അരികിൽ വന്നു. എൻ്റെ മകൻ ഇത്രയും നാൾ കാത്തിരുന്ന അവൾക്ക് വേണ്ടിയാ. അന്ന് അവൻ അറിയില്ല അവനൊരു കുഞ്ഞുണ്ടെന്ന്. അതറിയാതെ കാത്തിരുന്നവനെങ്കിൽ അവൻ്റെ മോളെ മറന്ന് ഇനി അവൻ വേറെ ജീവിതം തിരഞ്ഞെടുക്കുമോ? ആ കുട്ടി സിദ്ധുവിൻ്റെതാണെന്ന് ആൻറ്റി വിശ്വസിച്ചോ? നീ അടക്കം ആ മോളെ കണ്ട എല്ലാവർക്കും മനസ്സിലാവും അത് സിദ്ധുവിൻ്റെ ചോരയാണെന്ന്. അവനെ മുറിച്ചു വെച്ച ആ കുട്ടി അവൻ്റെ അല്ലാതാവുമോ? അപ്പോൾ അവരിങ്ങനെ വിടാൻ തന്നെയാണ് തീരുമാനം? നിനക്ക് വല്ല തീരുമാനമുണ്ടോ? ഉണ്ട്. അവർ സന്തോഷത്തോടെ ജീവിക്കാൻ സമ്മതിക്കില്ല. അതിന് ഏതറ്റം വരെയും ഞാൻ പോവും. വീറോടെ പറഞ്ഞിറങ്ങിപ്പോകുന്ന മീരയിൽ തന്നെയായിരുന്നു അംബികയുടെ കണ്ണുകൾ. അവർ മനസ്സിലെന്തൊക്കെയോ കണക്കുകൂട്ടി. ചുണ്ടിൽ നിഗൂഢമായ ചിരിയോടെ അവർ നിന്നു. സിധുവിൻ്റെയും അബിയുടെയും ജീവിതത്തിൽ പിന്നെ സന്തോഷത്തിൻ്റെ നാളുകളായിരുന്നു. തനിക്ക് നൽകാൻ കഴിയാതെ പോയ വാത്സല്യം അവൻ ആലിക്ക് നൽകുമ്പോൾ മനസ്സിൽ കുന്നോളം നിറഞ്ഞ പ്രണയം അവൻ അബിക്ക് നൽകി. ആലിയുടെ കുറുമ്പും സിധുവിൻ്റെ പ്രണയവും ഏറ്റുവാങ്ങി അബി. അച്ഛൻ്റെയും അമ്മയുടെയും കൂടെയുള്ള ജീവിതം ആലിക്ക് അത്രയും സന്തോഷമായിരുന്നു. സ്കൂളിൽ കൂട്ടുകാരോട് വീട്ടിലെ വിശേഷം പറഞ്ഞ് അവളും അവളുടെ ആഗ്രഹം നിറവേറ്റി. സ്നേഹം കൊണ്ട് അവരവരുടെ ലോകത്ത് ഒതുങ്ങിക്കൂടി. അബി സിധുവിൻ്റെ കൂടെ ഓഫീസിൽ സഹായിച്ചു. ഇതെല്ലാം അറിയുന്ന അംബിക പിന്നെ അവരുടെ ഇടയിലേക്ക് വന്നില്ല. അവരുടെ മനസ്സിലും ആലിയുടെ മുഖം പതിഞ്ഞു പോയിരുന്നുണ്ടാവും. ഇടയ്ക്ക് അവിടെ സ്കൂൾ വിടുന്ന സമയം അവളെ കാണാൻ ആരും അറിയാതെ പോയിരുന്നു. ദൂരെ നിന്നും കണ്ടവൻ നിർവൃതി അടഞ്ഞു. അബിയുടെ വീട്ടിൽ ഇടയ്ക്ക് പോയി വരും. അല്ലാതെ സിദ്ധു അവിടെ നിൽക്കാൻ വിട്ടിരുന്നില്ല. അവൾ മോളില്ലാതെ അവന് കഴിയില്ലെന്ന് അബിക്ക് അറിയാവുന്നതുകൊണ്ട് അബി നിർബന്ധം പിടിച്ചുമില്ല. നന്ദനും ആതിരി ഇടയ്ക്ക് വന്നുപോയിരുന്നു. അങ്ങനെ സന്തോഷം നിറഞ്ഞ ദിനങ്ങൾ കടന്നുപോയി. സിധുവിന് തിരക്ക് പിടിച്ച ഒരു ദിവസം ആലിയെ കൂട്ടാൻ അവൻ വിനുവിനെ വിളിച്ച് പറഞ്ഞു. വിനു അംബികയുടെ കൂടെ എങ്ങോട്ടോ പോകുമ്പോഴായിരുന്നു സിധു വിളിച്ചത്. അതുകൊണ്ട് തന്നെ അംബിക കേട്ടിരുന്ന് അവർ പറഞ്ഞതല്ല. അംബികയുടെ നിർദ്ദേശപ്രകാരം വിനു അവരുടെ കൂടെ തന്നെ ആലിയെ കൂട്ടാൻ പോയി. മുൻ സീറ്റിലിരിക്കുന്ന ആലി അംബികയെ കണ്ടിരുന്നില്ല. അവർ ആലി ഇടയ്ക്ക് നോക്കിക്കൊണ്ടിരുന്നു. വിനുവിനോട് ആദ്യം തന്നെ അംബിക വീട്ടിലേക്ക് പോകാൻ പറഞ്ഞിരുന്നു. വീട്ടിലെത്തിയതും ആലി ചുറ്റും നോക്കി വിനുവിനെ നോക്കി. ആ സമയം അംബിക കാറിൽ നിന്നിറങ്ങി ആലിയുടെ ഡോറ് തുറന്നു. ആലി പേടിയോടെ പുറകിലേക്ക് നീങ്ങി. അംബിക ചിരിച്ചുകൊണ്ട് അവിടെ അടുത്തേക്ക് ചേർന്ന് നിന്നു. മോള് പേടിക്കണ്ട, ഇത് നിന്റെ അച്ഛൻ്റെ വീടാ.
അല്ല, ഇതല്ല അച്ഛൻ്റെ വീട്. ഞാൻ ആരാന്നറിയും നിനക്ക്? ആലി അതേന്ന നിലയിൽ തലയാട്ടി. അംബിക അവളെ എടുത്തുകൊണ്ട് അകത്തേക്ക് നടന്നു. വിനു ആ സമയം ഫോൺ എടുത്ത് അബിയുടെ നമ്പർ ഡയൽ ചെയ്തിരുന്നു. അംബിക ആലിക്ക് മുന്നിലേക്ക് ചോക്ലേറ്റും കേക്കും എല്ലാം വെച്ചു കൊടുത്തു. പക്ഷേ ആലി ഒന്നും നോക്കാതെ അംബികയെ പേടിയോടെ നോക്കിയിരുന്നു. അവളുടെ മുഖത്തെ ഭയം മനസ്സിലാക്കി അവളുടെ അരികിലിരുന്നു. ഇനി പറ, ഞാൻ മോളുടെ ആരാ? അച്ഛമ്മ. ആലിയുടെ വായിൽ നിന്ന് ആ വാക്കുകൾ കേട്ടതും അംബികയുടെ കണ്ണുകൾ നിറഞ്ഞു. അവരവളുടെ അടുത്ത് ഉമ്മകൾ കൊണ്ട് മൂടി. അവരുടെ കണ്ണുകൾ ഒഴുകിക്കൊണ്ടേയിരുന്നു. ആരാ പറഞ്ഞേ അച്ഛമ്മയാണെന്ന്? നിക്കിൻ്റെ അമ്മ പറഞ്ഞു തന്നതാ. അംബികയുടെ മനസ്സ് കുറ്റബോധം കൊണ്ട് നീറി. അബിയെ തള്ളി പറഞ്ഞെങ്കിലും ആലിയെ സ്വീകരിക്കാത്തില്ല ഓർത്ത് അവർ ഉരുകി. അവരുടെ സങ്കടം കണ്ട് ആലിയ അവരുടെ കണ്ണ് തുടച്ചു കൊടുത്തു. കുറച്ചു കഴിഞ്ഞ് വിനുവിൻ്റെ കൂടെ ആലിയെ പറഞ്ഞു വിട്ടു. അവളുടെ ബാഗിൽ ഒരുപാട് മിഠായികളും അംബിക വെച്ചു കൊടുത്തിരുന്നു. ആരും കാണാതെ കഴിക്കാനും ഇടയ്ക്ക് അങ്ങോട്ട് വരാനും പറഞ്ഞാണ് അംബിക ആലിയെ വിട്ടത്. പോവാൻ നേരം ആലിയ അംബികയുടെ കവിളിൽ മുത്തിയപ്പോൾ അവരുടെ നെറുകയിൽ ചുംബിച്ചു. ആ സമയം ഉറപ്പിച്ചു ആ പൊന്നുമോളെ എത്രയും വേഗം തന്നെ അരിയിലേക്ക് കൂട്ടിക്കൊണ്ടുവരണമെന്ന്. ആലി അംബികയെ കണ്ട കാര്യം ആരോടും പറഞ്ഞില്ല. രാത്രി ആലി ഉറങ്ങിക്കഴിഞ്ഞ് അബി സിദ്ധുവിനെ നോക്കി പോകുമ്പോൾ അവൻ ഹാളിൽ ലാപ്പിൽ നോക്കി ഇരിക്കുന്നുണ്ട്. അവൾ അവൻ്റെ അരികിൽ ചെന്നിരുന്ന തോളിലേക്ക് തലചായ്ച്ച് വെച്ച്. കഴിഞ്ഞില്ലേ? ഒരു 10 മിനിറ്റ്. ഞാൻ 2 ദിവസം ലീവാട്ടോ. എന്ത്? ഒന്നുമില്ല, കുറച്ച് റെസ്റ്റ് എടുക്കട്ടെ ഞാൻ. സിദ്ധു അവളെ സൂക്ഷിച്ച് നോക്കി ലാപ്പ് മടിയിൽ നിന്ന് എടുത്തു വെച്ചു. അവൻ്റെ നോട്ടത്തിൻ്റെ അർത്ഥം മനസ്സിലായതും അവൾ അവനിൽ നിന്ന് കുറച്ച് അകന്നിരുന്നു. നിങ്ങൾ ഉദ്ദേശിച്ചല്ല. അവൻ്റെ മുഖത്തെ ഭാവം മാറുന്നു. വീണ്ടും ലാപ്പ് എടുക്കുന്നു. ചിരിയോട് അഭി നോക്കി. അവൾ വീണ്ടും അവൻ്റെ അരികിലേക്കിരുന്നു. അവൻ്റെ മുടിയിലൂടെ കൈ ചലിപ്പിച്ചുകൊണ്ടിരുന്നു. അതെ. ഇങ്ങോട്ട് നോക്ക് മനുഷ്യ. ഹാ പറയടി. ഇന്നൊരു സംഭവം നടന്നു. എന്താ? അമ്മ ആലിയെ വീട്ടിൽ കൊണ്ടുപോയി. സിദ്ധു വിശ്വാസം വരാതെ അഭിയെ നോക്കി. അവൾ വിനി വിളിച്ച് പറഞ്ഞല്ല അവനോട് പറഞ്ഞു. എല്ലാം കേട്ട് കഴിഞ്ഞ് സിദ്ധു എന്തോ ആലോചനയിലിരുന്നു. എന്നിട്ട് ആലി എന്തെങ്കിലും പറഞ്ഞോ? അതല്ലേ രസം. ആ കാന്താരി ഒരക്ഷരം മിണ്ടിയില്ല. അല്ലെങ്കിൽ അവൾ രഹസ്യം സൂക്ഷിക്കാൻ മേടിക്കുക. നിങ്ങളെ കണ്ട കാര്യം എന്നോട് പോലും പറഞ്ഞില്ലല്ലോ. അല്ലാമി അമ്മ എന്തെങ്കിലും ചെയ്യാനാവോ? സിദ്ധുവിൻ്റെ മനസ്സിൽ ഭയമായിരുന്നു. സ്വന്തം മകനെ കൊല്ലാൻ നോക്കിയ അമ്മക്ക് മകൻ്റെ കുഞ്ഞിനെ കൊല്ലാൻ പോലും മടികാണില്ലെന്ന് അവൻ അറിയാമായിരുന്നു. സിദ്ധുവിൻ്റെ മനസ്സിലെ ചിന്ത അബിക്ക് മനസ്സിലായി. അവൾ അവൻ്റെ തോളിൽ കൈവച്ചു. ഇല്ല ഏട്ടാ, അമ്മ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. അന്ന് ഇവിടുന്ന് ഇറങ്ങുമ്പോൾ അമ്മയുടെ കണ്ണ് നിറഞ്ഞിരുന്നു. ആ അമ്മ അങ്ങനെ ചെയ്യില്ല. ഒന്നുകിൽ ഏട്ടന് തെറ്റുപറ്റി, അല്ലെങ്കിൽ യഥാർത്ഥ പ്രതി ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. അബി പറഞ്ഞ കാര്യങ്ങൾ സിദ്ധുവിൻ്റെ മനസ്സിലൂടെ കടന്നുപോയിക്കൊണ്ടിരുന്നു. അവൻ ചിന്തയോടെ ഇരിക്കുന്നുണ്ട്. അബി അവൻ്റെ മടിയിൽ നിന്ന് ലാപ്ടോപ്പ് എടുത്ത് മാറ്റി അവൻ്റെ മടിയിൽ കയറിയിരുന്നു. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.